വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടു നിൽക്കുന്നതും. 14 വർഷങ്ങൾക്ക് ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ മഞ്ജുവിനെ സംബന്ധിച്ച പുതിയൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ അമ്മയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ നടന്ന കുടുംബസംഗമത്തിൽ താരം പങ്കെടുത്തിരുന്നില്ല. കുടുംബസമേതമായി താരങ്ങളെല്ലാം എത്തിയപ്പോഴും മഞ്ജു എവിടെ എന്നായിരുന്നു ചോദ്യങ്ങൾ. ഇടയ്ക്ക് വെച്ച് താരം അമ്മ സംഘടനയിൽ നിന്നും വഴിമാറിയെന്ന തരത്തിൽ വരെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. വനിതാ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് മഞ്ജു മുന്നിലുണ്ടായിരുന്നു. പിന്നീട് താരം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. വനിതാ സംഘടനയിലെ ചില അംഗങ്ങൾ അമ്മയിൽ രാജിവെച്ചിരുന്നു. അന്ന് മഞ്ജു വാര്യരുടെ പ്രതികരണമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ മഞ്ജു പതിവ് പോലെ മൗനത്തിലായിരുന്നു. മഞ്ജു വാര്യർ അമ്മ ഓഫീസിലേക്ക് ഓടിക്കയറുന്നതിന്റെയും അവിടെയുള്ളവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു മഞ്ജു എത്തിയത്. ബാബുരാജായിരുന്നു കൈപിടിച്ച് മഞ്ജുവിനെ സ്വീകരിച്ചത്. റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കാനായാണ് മഞ്ജു എത്തിയത്. മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും ചേർന്നായിരുന്നു അമ്മ ഓഫീസിൽ പതാക ഉയർത്തിയത്. സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തെസ്നി ഖാൻ, അംബിക മോഹൻ തുടങ്ങിയവരടക്കം നിരവധി താരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. അതേസമയം വിടുതലൈ പാർട്ട് 2 ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാറനാണ്. മികച്ച വിജയം നേടിയ വിടുതലൈ പാർട്ട് 2-വിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസാകുന്നത്. മലയാളത്തിനു പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം. വേട്ടയനാണ് വിടുതലൈ പാർട്ട് 2-ന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ. ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. അതേസമയം എമ്പുരാനാണ് മലയാളത്തിൽ മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ. മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നിരുന്നു.